നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ തന്നെ മനസ്സിനകത്ത് ഒരു ഭയം സംജാതമാകാറുണ്ട്. സാധാരണമായി ഇന്നേ വരെ ഇല്ലാത്ത ഒരു സംഘർഷത്തിലേക്ക് നമ്മുടെ മനസ്സ് നാം അറിയാതെ തന്നെ ചെന്ന് പതിക്കാറുണ്ട്. ഈയൊരു ഭയവും ഈയൊരു സംഘർഷവും ഭയന്ന് പലരും പുതിയ കാര്യങ്ങൾ ചെയ്യുവാനോ അല്ലെങ്കിൽ പുതിയ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ പോലും ഭയപ്പെടുന്നു. എന്നാൽ വാസ്തവത്തിൽ ഈ ഭയം, ഈ സംഘർഷം നമ്മുടെ ശത്രുവാണോ? ഒരിക്കലുമല്ല. അഥവാ ഒരു കാര്യം ആരംഭിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ ഭയം നമുക്ക് വേണ്ടതല്ലായിരുന്നുവെങ്കിൽ നാം സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ ഈ ഭയം എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടു എന്ന് ചിന്തിക്കൂ. തീർച്ചയായും ഈ ഭയം നമുക്ക് ആവശ്യം തന്നെയാണ്. എന്തിനു വേണ്ടിയാണെന്നല്ലേ? നിങ്ങൾ ഇന്നേ വരെ സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു പാതയിലൂടെ ഇനി സഞ്ചരിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് നിങ്ങളുടെ അന്തരംഗത്തിന് ബോധ്യപ്പെടുമ്പോൾ പുതുതായി പ്രയാണം ചെയ്യുന്ന ആ പാതയിൽ വരാനിരിക്കുന്ന അനിശ്ചിതത്വത്തെക്കുറിച്ച് നമ്മുടെ മനസ്സ് ചിന്തിക്കുവാൻ തുടങ്ങുന്നു. തീർച്ചയായും ആ പാതയിൽ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ആ അനിശ്ചിതത്വങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുവാനും സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഒരു പുതിയ കാര്യത്തിൽ പ്രവേശിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സങ്കീർണമായ സമസ്യകളെക്കുറിച്ച് നമ്മുടെ അന്തരംഗം മുൻകൂട്ടി ചിന്തിച്ച് തയ്യാറെടുപ്പ് നടത്തുകയാണ്. വരാനിരിക്കുന്ന സമസ്യകളെ സഹിക്കുവാനുള്ള ഒരു ശക്തി സ്വരൂപിക്കുവാൻ വേണ്ടി നമ്മുടെ മനസ്സ് ഇപ്പോൾ തന്നെ അകാരണമായി ഭയം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിശീലനം പിന്നിടുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള എല്ലാ സമസ്യകളെയും നേരിടുവാനുള്ള ശക്തി നമ്മുടെ മനസ്സ് ആർജിച്ച് കഴിഞ്ഞിരിക്കും. എന്നാൽ ഇത്തരത്തിൽ മനസ്സ് പതറുമ്പോഴേക്കും പിന്തിരിഞ്ഞോടുന്നവരുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് ജീവിതത്തിൽ ഒരു പുതിയ കാര്യവും തുടങ്ങുവാനും കഴിയില്ല. അവർക്ക് പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും കഴിയില്ല. കിളിർത്ത നാൾ തൊട്ട് പതിക്കുന്ന നാൾ വരെ ഒരേ സ്ഥലത്ത് നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ അവസ്ഥയായിരിക്കും അവർക്ക്. അവരുടെ ജീവിതത്തിൽ പുരോഗമനങ്ങൾ സംഭവിക്കുകയുമില്ല. അതിനാൽ ഏതൊരു കാര്യം ആരംഭിക്കുന്നതിന് മുൻപും ഉണ്ടാകുന്ന ഈ ഭയം നല്ലതാണെന്ന് ചിന്തിക്കൂ. ഈ ഭയത്തെ സ്വാഗതം ചെയ്യൂ. ഇത് നിങ്ങളെ തളർത്തുവാൻ വേണ്ടിയുള്ളതല്ല, നിങ്ങളെ ശക്തിശാലിയാക്കുവാൻ വേണ്ടി വരുന്ന ചെറിയൊരു ഭയമാണ്.